ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു കഴിയുമ്പോൾ കോഴി കൂവുന്നത് അവൻ കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവചനവും താൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ള വലിയ സങ്കടവും അവനെ ദുഃഖിതനാക്കുന്നു. അവൻ ഉള്ളുരുകി കരഞ്ഞു എന്നാണ് മർക്കോസ് സുവിശേഷകൻ പറയുക. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, വീഴ്ചകൾ സംഭവിക്കാത്തവരുമില്ല. പക്ഷേ നമ്മുടെ മനസാക്ഷിയിൽ കോഴി കൂവുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വീഴ്ച. പത്രോസും യൂദാസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പത്രോസിന് കോഴി കൂവുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു, തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു, അവൻ പരിഹാരം ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. യൂദാസിന് പക്ഷേ ഈ മനസാക്ഷിയിലിരുന്നുള്ള കോഴികൂവൽ കേൾക്കാനായിട്ട് സാധിച്ചില്ല, അവൻ തിരികെ വരാനായിട്ട് പരിശ്രമിച്ചില്ല. ഓരോ പ്രാവശ്യവും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, ഓരോ പ്രാവശ്യവും നമ്മൾ വഴികൾ തെറ്റായി തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്കെതിരായിട്ട് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ കോഴി കൂവുന്നുണ്ട്. ഈ കോഴി കൂവുമ്പോൾ നമ്മൾക്ക് കേൾക്കാനും വഴികൾ ശരിയാക്കാനും സാധിച്ചാൽ പത്രോസാകാനുള്ള സാധ്യതയും, എന്നാൽ ഈ കോഴി കൂവലിനെ നമ്മൾ നിരാകരിക്കുമ്പോൾ, അവഗണിക്കുമ്പോൾ യൂദാസാകാനുള്ള സാധ്യതയുമാണ് നമ്മുടെ മുൻപിലുള്ളത്. മനസാക്ഷിയിലെ ക്രിസ്തു ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.